ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ഷോപ്പിംഗ് പോകട്ടെ. ഇന്നൊരു വ്ളോഗാണ് ആദ്യമേ. എന്നിട്ട് നമ്മൾ ക്രിസ്മസ് ഷോപ്പിംഗ് പോകാം. ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ 12th ആക്കി. 16th ഐ മീൻ അതിന് മുന്നേ ആൾക്കാരിങ്ങനെ പോകുന്നൊക്കെ കൊണ്ട് ഞങ്ങളുടെ ഈ ആഴ്ചയാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ. അപ്പം അതിന് ഡ്രസ്സ് എടുക്കാൻ പോകും. ഡ്രസ്സ് ഇല്ല, നമ്മൾ റെഡിയാകാൻ പോകുന്ന ഭാഗമാണ്. അപ്പം ഞാൻ കുളിച്ചു, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച നമുക്കൊരു കോൾ വന്നായിരുന്നു. അതിന് സൺസ്ക്രീൻ ഉണ്ട്. അപ്പം കഴിഞ്ഞ ആഴ്ച നമുക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്ന് വെച്ചാൽ ഈ മറ്റേ റെക്കോർഡഡ് മെസ്സേജ് ആയിരുന്നു. മറ്റേ ടെലികോം റെഗുലാരിറ്റി അതോറിറ്റി നിന്നാണ്. അപ്പം അവിടെ നിന്ന് പറഞ്ഞെന്താന്ന് വെച്ചാല് സൺസ്ക്രീൻ ആട്ടോ. അപ്പൊ നമ്മുടെ നമ്പറിൽ നിന്ന് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു മെസ്സേജസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പം ആ നമ്പർ ബ്ലോക്ക് ചെയ്യുവാണ്. അപ്പം ഇനി കൂടുതൽ ഇവരെ അറിയാനായിട്ട് 9 അമർത്താൻ പറഞ്ഞു. 9 അമർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ ഒരു ആളാണ് സംസാരിച്ചത്. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ കുറെ മെസ്സേജസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു നമ്പർ ഏതാ ചോദിച്ചു. അപ്പം ഒരു നമ്പർ പറഞ്ഞു. അപ്പം ആ നമ്പർ നമ്മുടെ പേരിലുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം പറഞ്ഞു ബ്ലോക്ക് ചെയ്തോളാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കുറെ മെസ്സേജസ് പോയ സ്ഥിതിക്ക് അന്തേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പോലീസിലേക്ക് കണക്ട് ചെയ്യുക പറഞ്ഞിട്ട് പോലീസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ പ്രദീപ് എന്ന് പറഞ്ഞ പുള്ളിയെ കോൾ എടുത്ത്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മണി ലോണ്ടറിങ് ആണ് കേസ്. നമ്മുടെ ജെറ്റ് എയർവേസിന്റെ ജെറ്റ് എയർവേസിന്റെ ഓണറായ നരേഷ് ഗോയാൽ പറഞ്ഞ പുള്ളീന്റെ എന്തോ ഒരു കേസ് ഉണ്ട്. അതിന് നമ്മളുടെ കാനറ ബാങ്കിൽ 69 lakhs വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പത്തേക്കും അതുകൊണ്ട് കേസ് ഉണ്ട്, അതുകൊണ്ട് CBIക്ക് കോള് കണക്ട് ചെയ്യണു പറഞ്ഞു വേറൊരു പുള്ളിക്കാരുടെ അടുത്ത് പോയി. എന്നിട്ട് കാനറ ബാങ്കിലാണല്ലോ അപ്പൊ നമ്മളെ 69 lakhs കിടക്കുന്നത്. അപ്പൊ കാനറ ബാങ്കിന്റെ നമ്പർ ചോദിച്ചു, അക്കൗണ്ട് നമ്പർ ചോദിച്ചു. അപ്പൊ പറഞ്ഞു യു ഹാവ് ടു ബി പൊളൈറ്റ് വൈൽ ടോക്കിംഗ് ടു ദ പോലീസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ അവർ ചോദിച്ചു മറ്റേ ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അവിടെ എന്തൊക്കെയുണ്ട്, FD എത്രയുണ്ട്, SB എത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറേയൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു CBIക്ക് കണക്ട് ചെയ്യുക പറഞ്ഞു. അങ്ങനെ പിന്നെ അടുത്തത് ഒരു മാഡം ആയിരുന്നു. പുള്ളിക്കാരിയുടെ അടുത്ത് ഈ പ്രദീപ് പറഞ്ഞു മറ്റേ മണി ലോണ്ടറിങ് കേസാണ് അതാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു അറസ്റ്റ് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നിട്ട് പോയി. എന്നിട്ട് ആ പ്രദീപ് പറഞ്ഞു ഇനി അങ്ങനെ നിങ്ങൾ മറ്റേ വെർച്വൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പാടില്ല, പുറത്തുനിന്ന് ആരും അകത്തേക്ക് വരാനും പാടില്ല എന്നൊക്കെ പറഞ്ഞു. അത് അപ്പത്തേക്ക് നമുക്ക് മനസ്സിലായി ഉടായിപ്പാന്ന്. കാരണം നമുക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് എന്താ പറയുക കുറച്ച് മറ്റേ മണി ലിപ്സ്റ്റിക് വിറ്റി അപ്പൊ അതിൻ്റെ അകത്ത് പിന്നെ അവര് മറ്റേ മണി ലോണ്ടറിങ്ങിന് വേണ്ടി അവര് കുറച്ച് മറ്റേ ഇതൊക്കെ അയച്ചായിരുന്നു, കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ കേട്ടു. ഡ്രസ്സാണ്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി വെക്കും. ഓക്കെ, സോ ഇതേപോലത്തെ സ്കാംസിനൊന്നും വീഴരുത്. ഇനിയിപ്പം കണ്ണിന് തിട്ടണോ വൈകുന്നേരമൊക്കെ ഇപ്പം മഴ പെയ്യൂ എന്ന് പറഞ്ഞോളൂ. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇനി ഷോപ്പിംഗ് പോവാം. അപ്പം ഇന്ന് സൺഡേ ആട്ടോ. അപ്പം സൺഡേ നമ്മൾ ഷോപ്പിംഗ് ഫുള്ള് പോയി. നമ്മൾ ആദ്യം ബ്രോഡ്വേ പോകുന്നുണ്ട്. അവിടെ ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കൊണ്ട് വരും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഡ്രസ്സ് നോക്കാൻ പോകുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പം ഇനി അവിടെയൊക്കെ ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് ഇനിയിപ്പോൾ ഇനിയിപ്പം വ്ളോഗൊക്കെ പോയി കേട്ടോ. അങ്ങനെ റെഡിയൊക്കെ ആയിട്ട് ശ്വേതാജിക്ക് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. എന്നിട്ട് ശ്വേതാജി വന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റുഡിയോ ആട്ടോ പോയത്. സ്റ്റുഡിയോയിൽ നമ്മൾ പോയ നമ്മൾക്കിത് ആക്ച്വലി റീൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡ്രസ്സപ്പിൽ പോയത്. ആ ഫസ്റ്റ് വൺ ഓക്കേഷായിരുന്നു. ഇത് ദുരന്തമായിരുന്നു. ഇതും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ എടുക്കണം എന്ന് വെച്ചാൽ അവസാനം ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോകണം. അതായത് നമ്മളിവിടെ മേനക പോയി. മേനകയിൽ മേനക നമ്മൾ പോവാണ്. നമ്മൾ ബ്രോഡ്വേ എത്തി. ബ്രോഡ്വേ നമ്മളൊരു വൈകുന്നേരം എത്തി. അവിടെ ഇറങ്ങിയപ്പോൾ രാത്രിയായിരുന്നു. ഭയങ്കര തിരക്കായിട്ടോ. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഇടിച്ച് നിൽക്കണ തിരക്ക്. എന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഭയങ്കര ലൈറ്റും ഭയങ്കര അടിപൊളിയായിരുന്നു.
നമ്മളിങ്ങനെ ഓരോ കടകളൊക്കെ നമ്മൾ നോക്കി എല്ലാ വർഷവും പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ ഈ പ്രാവശ്യം കുറേ പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആകെ മേടിച്ചത് എന്ത് സാധനമായിരുന്നറിയോ? ശ്വേതയ്ക്ക് വീട്ടിൽ ഒരു ലൈറ്റ് മേടിച്ചു. അത് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇതുണ്ടല്ലോ, ഇത് എനിക്ക് തോന്നുന്നു പുതിയ ഐറ്റമാണ്. പക്ഷേ ഇത് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് ഇത് കൊടുത്താലോ എന്നൊരു ആലോചിച്ചു. അടിപൊളിയായിട്ടുണ്ടല്ലേ. കുറച്ചും കൂടെ നീങ്ങുമ്പോഴത്തേക്കും മറ്റേ നമ്മുടെ പപ്പാൻ്റെ ആണെങ്കിൽ സ്പ്ലിറ്റ്സ് ഒക്കെ ചെയ്യുന്നതാണ് അവൻ. എന്താ വരാത്തെ? അതെ കണ്ടു, അപ്പം അവൻ സ്പ്ലിറ്റ്സ് ഒക്കെ ചെയ്യും, സൂപ്പർ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഭയങ്കര വെറൈറ്റി ആൻഡ് കളർഫുൾ അടിപൊളി സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതിൽ കൂടെ പോയ സമയത്ത് ഉണ്ടല്ലോ, ഒരു കടയിൽ ഒരു ചേട്ടനാണെങ്കിൽ ആധാർ കാർഡുള്ളവർ മാത്രം വന്നാൽ മതി, വേറെ ആരും വരണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ എന്നിട്ട് പിന്നെ കുറേ സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ സ്റ്റാറൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത്, കുറേ സ്റ്റാറുള്ള കടയിൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കട ഭയങ്കര രസമുള്ള, ഭയങ്കര ലൈറ്റും ഭയങ്കര രസമുള്ള, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കട ഇതായിരുന്നു കേട്ടോ. റീത്തൊക്കെ ഉണ്ട്, അങ്ങനെ ഭയങ്കര അട്രാക്റ്റീവൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ കൂടെയൊക്കെ എനിക്കൊന്ന് നമ്മൾ ആ ഒരു എന്താണ് മാതാ ലൈനോ അങ്ങനെ എന്തോ ഒരു സ്ഥലം ആയിരുന്നു അത്. നമ്മൾ ആ ലൈനിൽ കൂടെയാണ് കയറിപ്പോയത്. ഭയങ്കര ഫേമസ് ആണ്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ലൈറ്റൊക്കെ നോക്കി. മിഞ്ഞിത്തിളങ്ങി നിൽക്കുന്ന ആഞ്ഞ് കിട്ടുന്നുണ്ട്. കാര്യമായിട്ട് പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാവ് ഭാജി ആട്ടോ കഴിക്കാൻ പോയത്. ഞങ്ങൾ പേർപ്പിളിൽ നിന്ന് ഷോപ്പ് ചെയ്തു ഗൈസ്. എന്നിട്ട് അവർ പറഞ്ഞു അകത്തുനിന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കും. പേർപ്പിളിൻ്റെ മേനിക്കിൽ പുതിയൊരു സ്റ്റോർ ഉണ്ടായല്ലോ, അപ്പം നമ്മൾ അവിടെ കയറി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഷോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വേറെ സ്ഥലത്ത് പോവാണ് ഡ്രസ്സ് എടുക്കാൻ. ഇത് എനിക്ക് തോന്നുന്നു കോൺവെൻറ്റ് ജംഗ്ഷൻ. ഇത് വാസ് ഓക്കെ ഇഷ്ടമാണെന്നേ ഉള്ളൂ, കാരണം വലിയ ഇഷ്ടമായില്ല. ഇതും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമായില്ല. എന്താ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നൊന്നും കാണുന്നില്ല. ഇത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒക്കേഷൻ നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയുള്ളതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ. ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ കറി മെനക്കെടുത്താൻ വേണ്ടി സാധനമൊക്കെ എടുത്തു. ഇതും എനിക്ക് നെവർ എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ കഴുത്ത് വാസ് ടു ഡീപ്പ്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ അവസാനം എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോകാട്ടോ. നമ്മളൊരു 7 മണി 7:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി കേട്ടോ. അങ്ങനെ തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ ആക്ച്വലി സ്റ്റുഡിയോന്ന് ഡ്രസ് ടോപ്പ് എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വേണ്ട വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് രാത്രി ദൈവം എടുത്തറി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി.